പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രത്നങ്ങളടക്കം അടിച്ചുകൊണ്ടുപോകുന്ന ഒരു വലിയ റാക്കറ്റിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അന്വേഷിക്കുമോ കേരളത്തിലെ മുഖ്യമന്ത്രി? നമസ്കാരം. ഇന്നലെ ഏഷ്യാനെറ്റിൽ രമേശ് ചെന്നിത്തല ഗസ്റ്റായി വന്നിരുന്നു. ആ ഡിസ്കഷനിൽ സുരേഷ് ആയിരുന്നു നയിച്ചിരുന്നത്. അതിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. ഒന്ന്, ഈ ശബരിമലയിൽ മാത്രമല്ല, ശബരിമലയുടെ കീഴിലുള്ള അമ്പലങ്ങളിലുള്ള താഴിക്കുടങ്ങളടക്കമുള്ള, അത് ഇറീഡിയം പവർ അടക്കമുള്ള മെറ്റീരിയലുകളും അതേപോലെ ആൻറ്റിക്കായ മെറ്റീരിയലുകളും വിറ്റിരുന്നു, കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹങ്ങൾ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ലോബിയാണ് വാങ്ങിയിട്ടുള്ളത്. അതിനേക്കാൾ ഭീകരമായ ഒരു സംഭവമാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെ നിന്ന് രത്നങ്ങളും അതേപോലെ വിലപിടിപ്പുള്ള ഞെട്ടിക്കുന്ന സംഭവങ്ങളും കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ ഒത്താശ ആരുടേതാണെന്ന് കൃത്യമായി രമേശ് ചെന്നിത്തല അറിഞ്ഞിട്ടും രമേശ് ചെന്നിത്തല പറയുന്നത് പിണറായി വിജയൻ അന്വേഷിക്കുമോ എന്നുള്ളതാണ്. അതായത് പിണറായി വിജയൻ അല്ല രമേശ് ചെന്നിത്തല അത് അന്വേഷിപ്പിക്കാൻ ഉത്തരവിട്ടിട്ടുള്ളത്, ഹൈക്കോടതിയാണ്. ഹൈക്കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴുള്ള ഇത്രയെങ്കിലും എവിടെയെങ്കിലും എത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിനിടയിൽ പിണറായി വിജയനും പി ശശിയും ഇടപെട്ട് ഈ അന്വേഷണം, അതായത് ശബരിമല കേസിലെ സ്വർണ്ണക്കൊള്ള കേസിലെയും അതുപോലുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ തടത്തിക്കൊണ്ടുപോയ കേസിലെയും അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയന്ത്രിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചപ്പോഴാണ് ഹൈക്കോടതി ഇടപെട്ടത്. ഇത് CBI ആണെന്നായിരിക്കും, CBI അന്വേഷിക്കണം എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. എന്നാൽ ഈ CBI അന്വേഷിച്ചാൽ എവിടെയും എത്തുകയില്ല. അതിന് ഉദാഹരണമായി എനിക്ക് പറയാനുള്ളത് കവിയൂർ കേസാണ്. കവിയൂർ കേസിൽ തിരുവനന്തപുരം SP ആയിരുന്ന നമ്മുടെ നന്ദകുമാരൻ നായരാണ് അന്വേഷിച്ചത്. അദ്ദേഹം എന്താ ചെയ്തത്, പ്രതികളിൽ നിന്ന് അച്ചാരം വാങ്ങി എന്നിട്ട് എനിക്കെതിരെ കള്ളക്കേസ് എടുക്കാനും ഇത് പുറത്തു കൊണ്ടുവന്ന ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന കവിയൂർ കേസ് തട്ടിപ്പിനെതിരെ കേസ് നടത്തുന്ന പോലീസിൻ്റെയും CBIയുടെയും തട്ടിപ്പിനെതിരെ കേസ് കൊടുത്താൽ എനിക്കെതിരെ എങ്ങനെയെങ്കിലും കേസ് എടുക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് നന്ദകുമാരൻ നായർ ശ്രമിച്ചത്. എന്നാൽ അവസാനം കോടതി തന്നെ പറഞ്ഞു ഈ ഉദ്യോഗസ്ഥൻ അൺഫിറ്റ്, ഈ അന്വേഷിക്കാൻ യോഗ്യനല്ല. അപ്പോൾ CBI എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. നമ്മളെ കേരളത്തിൽ നല്ല കഴിവുള്ള, എല്ലാ അറിവുള്ള, ആർക്കും വഴങ്ങാത്ത പോലീസ് ഓഫീസർമാരുണ്ട്. അവർക്ക് ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് നടക്കുകയാണെങ്കിൽ ആ കേസ് മുന്നോട്ട് പോകും. ഇൻ്റർനാഷണലായുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ഇൻ്റർപോളിനെ സഹായം നേടാം. എന്തായാലും ഈ അന്വേഷണം ഇപ്പോഴുള്ള ഏജൻസിയും വിദേശത്തുള്ളത് വേണമെങ്കിൽ CBIയും അന്വേഷിക്കാമെന്നുള്ള നിലയിലേക്ക് പോകുന്നതായിരിക്കും നന്നാവുക. അല്ലെ കടിച്ചതും പിടിച്ചതും ഉണ്ടാവില്ല എന്നുകൂടി രമേശ് ചെന്നിത്തലയെ ഓർമ്മിക്കണം. പക്ഷേ ഞാൻ താങ്കളോട് വിയോജിക്കുന്ന കാര്യം, പിണറായി വിജയനോട് ഇതെല്ലാം അന്വേഷിക്കാൻ പറയുന്നത് എങ്ങനെയാണ്? പിണറായി വിജയനല്ലേ യഥാർത്ഥ കള്ളൻ? താങ്കൾക്ക് അറിയില്ലേ? പിണറായി വിജയനാണ് യഥാർത്ഥ കള്ളൻ. പിണറായി വിജയൻ അറിയാതെ ഒരു തരി സ്വർണമോ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം മോഷ്ടിക്കാനോ ധൈര്യം കാണിക്കുമോ ഈ പ്രസിഡന്റുമാർ? മാർക്സിസ്റ്റ് പാർട്ടി നിയമിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കീഴിലുള്ള ഈ ഭരണസമിതി? ഒരിക്കലുമില്ല. യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ കള്ളൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വിദേശത്ത് പോയി ദാവൂദ് ഇബ്രാഹിമിനെ കണ്ടു. ഈ പഞ്ചലോഹ വിഗ്രഹങ്ങളുമായി അതുമായുള്ള ഇത്തരം രത്നങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടിയും മറ്റുള്ള ദാവൂദ് ഇബ്രാഹിമിനെ അടക്കം രഹസ്യമായി കണ്ടിരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത് ശരിയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഇത്തരം കാര്യങ്ങൾക്ക് പിണറായി വിജയൻ അറിയാതെ വിദേശത്തേക്ക് കൊണ്ടുപോകില്ല. മണി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തല ഇന്നലെ പറഞ്ഞ കാര്യം നമുക്ക് പൂർണ്ണമായി കേൾക്കാം. എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ SITയുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആ വ്യവസായി എന്നോട് പറഞ്ഞത്. ഞാൻ പലതും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത്, ഒന്ന്, ആ വ്യവസായിയുടെ സുരക്ഷിതത്വം ഓർത്ത്, രണ്ട്, ആ കേസ് അന്വേഷണത്തിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിന് വലിയ മാനങ്ങളുള്ള കേസാണ്. മുഖ്യമന്ത്രി എത്ര പൊതിഞ്ഞാലും പൊതിയാൻ കഴിയാത്ത നിലയിൽ ഈ കേസ് വ്യാപിക്കും, ഒരു സംശയവും വേണ്ട. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രത്നങ്ങളടക്കം അടിച്ചുകൊണ്ടുപോകുന്ന ഒരു വലിയ റാക്കറ്റിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അന്വേഷിക്കുമോ കേരളത്തിലെ മുഖ്യമന്ത്രി? ആ റാക്കറ്റിന്റെ കണ്ണുകളെ കണ്ടെത്താൻ ശ്രമം നടത്തുമോ? ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ സംരക്ഷണമുണ്ട്. മുൻ മന്ത്രിമാരടക്കമുള്ളവരുടെ അറിവുണ്ട്. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാത്രം വിചാരിച്ചാൽ ഈ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? എൻ്റെ പ്രസക്തമായ ചോദ്യം, ഈ സ്വർണം എവിടെ? 320 ഗ്രാം ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ നിന്ന്, ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന അല്ലല്ലോ ഇവിടെ പ്രശ്നം.
ബാക്കി സ്വർണ്ണം എവിടെ? അതെന്താണ് ആരും പറയാത്തത്? അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള വലിയ റാക്കറ്റാണ്. ഇപ്പൊ സുഭാഷ് കപൂർ തമിഴ്നാട്ടിലെ ഒരു ജയിലിൽ കിടക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. അതിൻ്റെ ചോള രാജാക്കന്മാരുടെ കാലത്ത് തമിഴ്നാട്ടിലുണ്ടായിരുന്ന ബ്രൗൺ ആയിട്ടുള്ള ഐഡൽ മുഴുവൻ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അപ്പം ഇതിൻ്റെ വലിയൊരു കണ്ണി ഇതിന് പിന്നെ പ്രവർത്തിക്കുകയാണ്. ഡി മണി ആരാണ് എന്നുള്ള എൻ്റെ ചോദ്യത്തിന് ആരും മറുപടി പറയുന്നില്ലല്ലോ. അന്വേഷണ സംഘം പ്രവർത്തിക്കട്ടെ, അന്വേഷിക്കട്ടെ, അവർ വസ്തുതകൾ മനസ്സിലാക്കട്ടെ. ഇതിൽ നിന്ന് ജനങ്ങളെ കബളിപ്പിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. 2 പേർ മാസങ്ങളായി ജയിലിൽ കിടക്കുകയാണ്. 2 CPM നേതാക്കന്മാർ. അവരുടെ പേരിൽ നടപടിയെടുക്കാതെ അവരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി അങ്ങ് ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് കരുതണ്ട. ജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യമുള്ള കാര്യമാണ്. ശബരിമല കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ പോകുന്ന ക്ഷേത്രമാണ്, മതേതര ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ നടന്ന ഈ കൊള്ള അന്തർദേശീയ തലത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഞാൻ ആരോപിക്കുന്നു. അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വിശദമായി ആ വ്യവസായി അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ പണം കൊണ്ടുവന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത് അന്വേഷണത്തിന് തടസ്സമുണ്ടാകരുതെന്നുകൊണ്ടാണ്. ഇത് അന്വേഷണം നടത്തിയേ മതിയാകൂ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ കള്ളന്മാരെ സംരക്ഷിക്കുന്ന പരിപാടി നിർത്തണം. ഈ കള്ളന്മാരെയും മാഫിയകളെയും സംരക്ഷിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. എന്തിനാണ് അദ്ദേഹം അതിന് ശ്രമിക്കുന്നത്? എന്തിനാണ് അദ്ദേഹം എവിടെ പാർട്ടി നേതാക്കന്മാരുടെ പേര് നടപടിയെടുക്കാത്തത്? ഈ മാഫിയകളെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? ഈ മാഫിയയുടെ കണ്ണുകൾ നീണ്ടുപോയാൽ പല ഉന്നത CPM നേതാക്കന്മാരുടെയും പങ്ക് വെളിച്ചത്ത് വരും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിനെ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പുമായിട്ടൊന്നും ഞാൻ ബന്ധപ്പെടുത്തുന്നില്ല. തെരഞ്ഞെടുപ്പ് വേറെ വിഷയം. പക്ഷേ ശബരിമല പോലെയുള്ള ഒരു ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് കോടികളുടെ വിലയുള്ള ആന്റിക്സ് പോയതിനെ പറ്റിയാണ് അന്വേഷണം നടക്കേണ്ടത്. അദ്ദേഹം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ്, മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തമില്ലേ? SIT ഏൽപ്പിച്ച് എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മാറി നിൽക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഉണ്ട്. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിൻ്റെ ആന്റിക്സ് സ്മഗ്ലേഴ്സിൻ്റെ കണ്ണുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ വലിയ വാർപ്പുകൾ, ചെമ്പുകൾ, കിണ്ടികൾ, മൊന്തകൾ, വിളക്കുകൾ എല്ലാം തൂക്കി ലേലത്തിന് വിൽക്കാൻ ശ്രമിച്ച ആളാണ് ഇന്നത്തെ ജയിലിൽ കിടക്കുന്ന വാസു എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അന്ന് ഞാൻ ശക്തമായി ഇടപെടുകയും കത്ത് കൊടുക്കുകയും നിയമസഭയിൽ ഈ കാര്യം പറയുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ പുരാവസ്തുക്കളൊന്നും അവിടെ നിന്ന് പോകാതിരുന്നത്. ഇവിടുന്ന് ഇരിഡിയം പോകുന്നുണ്ട്. എത്ര അമ്പലത്തിലെ ഇരിഡിയം പോയി പറയട്ടെ. ഇരിഡിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. ക്ഷേത്രങ്ങളുടെ മുകളിൽ ഇരിഡിയം വെക്കുന്നത് ഇടിവെറ്റേക്കാതിരിക്കാൻ വേണ്ടിയാണ്. എത്ര ക്ഷേത്രങ്ങളിലെ ഇരിഡിയം പോയി? അത് മാത്രമൊന്ന് അന്വേഷിക്കട്ടെ. ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ പുരാവസ്തുക്കൾ എല്ലാം എടുത്ത് ലേലത്തിൽ കൊണ്ടുപോകാൻ, ലേലത്തിൽ വിൽക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചതാണ്. ഞാൻ ഇടപെട്ടുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചത്. നിയമസഭയിൽ ഞാനിത് പറഞ്ഞപ്പോൾ അന്ന് കടകംപള്ളി സുരേന്ദ്രൻ മറുപടി പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ പഴയ സാധനങ്ങളൊന്നും വെക്കാൻ സ്ഥലമില്ലെന്ന്. ഇത്രയും കാലം ഈ സാധനങ്ങളൊക്കെ അമ്പലങ്ങളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് മുതൽ ആരംഭിച്ചതാണ് ഈ കൊള്ളയ്ക്കുള്ള പദ്ധതി. ഈ ആന്റിക്സുകൾ മുഴുവൻ തൂക്കി വിറ്റ്, ലേലത്തിൽ വിറ്റ് അന്താരാഷ്ട്ര മാഫിയകൾക്ക് സഹായം ചെയ്തു കൊടുക്കാനുള്ള നടപടിയായിരുന്നു ഇവർ ആരംഭിച്ചത്. അതും ഇതുമായി ഇന്നത്തെ കൊള്ളയുമായി എനിക്ക് ലിങ്ക് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ സംശയിക്കുകയാണ്. അതുകൊണ്ട് വളരെ വിശദമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ വസ്തുതകൾ പുറത്തു വരികയുള്ളൂ. ശരിയായ നിലയിൽ CBI കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം നടത്തിയാൽ കൂടുതൽ പേര് കുടുങ്ങും, പലരും ജയിലിൽ പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്.